ഹായ് എവരി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു ഡിന്നർ റെസിപ്പിയാണ് വറുത്ത ചിക്കൻ കറി. അങ്ങനെ പറയേണ്ടി വരും, വറുത്തരച്ചതല്ല, വറുത്ത ചിക്കൻ കറി. അതായത് നമ്മൾ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്, നന്നായി വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ന് കറി വെക്കുന്നത്. അപ്പം പതിവ് പോലെ നമ്മളിപ്പോൾ ഓയിൽ ചൂടായി അതിലേക്ക് എന്ത് ചേർക്കുകയാണ്, ഉള്ളിയും പച്ചമുളകും എണ്ണയിൽ വാട്ടാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. കുക്കറിലാണ് കറി വെക്കുന്നത്. നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പതിവ് പോലെ എന്ത് ചേർക്കും, തക്കാളി ചേർക്കും. അങ്ങനെ നമ്മൾ തക്കാളി ചേർക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി എല്ലാം വഴണ്ടി വരുമ്പോൾ എന്ത് ചേർക്കണം, കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കണം. പാകത്തിന് ഉപ്പും ചേർക്കണം. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് എന്ത് ചേർക്കണം, ചിക്കൻ ചേർക്കുകയാണ്. 1/2 കിലോ ചിക്കനാണ് ഇന്നും എടുത്തിരിക്കുന്നത്. ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തിരി വെള്ളം ഉണ്ട് കേട്ടോ, ചിക്കൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതാണ് ഇന്നത്തെ ഒരു കറിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയാൻ, ഈ വറുത്തിട്ട് പൊടി ചേർക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ചേർക്കുന്നത്. ഇനി കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മുടെ വറുത്ത പൊടികളൊക്കെ ഇതിലേക്ക് ചേർക്കും. മസാലപ്പൊടികൾക്കൊന്നും വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല, അളവിലൊന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല. പക്ഷെ അത് ചേർക്കുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ വെക്കുന്ന കറികളിലൊക്കെ. ഇനിയിപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിലേക്ക് മസാലപ്പൊടി ചേർത്തു. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ മസാലപ്പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട്, നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ഇത് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതിലേക്ക് എന്ത് ചേർത്തു, നമ്മൾ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഏകദേശം 3/4 ഗ്ലാസോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാൻ വിട്ടുപോയതാണ്, കുറച്ച് തൈര് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു വ്യത്യസ്ത രുചി വന്നോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ചേർക്കുന്നതാണ്. ഞാൻ ഓരോരിക്കും ഉണ്ടാക്കുന്ന കറിയിലും എനിക്ക് എന്താണോ അന്നേരം തോന്നുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഞാൻ പരീക്ഷിക്കുന്നുണ്ടാവുക. അത് അങ്ങനെയാണ്, നല്ല വ്യത്യസ്ത രുചികൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പൊതുവേ എൻ്റെ വീട്ടിലെല്ലാവർക്കും ചിക്കൻ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് എപ്പോഴും രാത്രി അധികവും ചിക്കൻ തന്നെ ആയിരിക്കും. അപ്പോൾ ചിക്കന് വേണ്ടിയിട്ട് എന്നും ഒരേ രുചിയായി കഴിഞ്ഞാൽ അതും ബോറടിക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ റെസിപ്പീസൊക്കെ മാറ്റി മാറ്റി ചെയ്ത് നോക്കും. അങ്ങനെ കുക്കർ അടിച്ച് 4 വിസിലോളം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് പൊറോട്ട ഉണ്ടാക്കണം. ഗോതമ്പ് പൊറോട്ടയാണ് ഇത്. എവിടെയും കാണുന്ന പൊറോട്ട ആയിരിക്കില്ല, ഇത് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. പാകത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അധികം സ്റ്റിക്കി ആകാതെ എന്നാലോ കട്ടിയോ ആകാതെ നല്ല രീതിയിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം, കുറച്ച് സമയം എടുത്ത് തന്നെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ഡോ കിട്ടിയാൽ മാത്രമേ നല്ലൊരു പൊറോട്ടയാക്കി എടുക്കാൻ പറ്റുള്ളൂ. വെള്ളം നോക്കിയാണ് കേട്ടോ ചേർക്കുന്നത്. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും, ഒന്നുകിൽ മാവ് ലൂസായി പോവും, അല്ലെങ്കിൽ ടൈറ്റായി പോവും. പിന്നെ നമുക്ക് പൊറോട്ടയായി കിട്ടില്ല. കാരണം ഇതിൽ നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് പോലെയാണ് സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാകുക. അതുകൊണ്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അങ്ങനെ ഒരു 5-10 മിനിറ്റോളം ഏകദേശമാണ് നന്നായി മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുക്കർ തുറന്ന് നോക്കാം എന്തായെന്ന് അറിയണ്ടേ കറി. അങ്ങനെ 4-5 വിസിൽ വന്നതിന് ശേഷം വിസിലെടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ കുക്കർ തുറക്കുകയാണ്. അപ്പോൾ കറി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നന്നായി ഇത് ഇളക്കി യോജിപ്പിച്ച് നോക്കണം. ഇതിന് ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്, ഒരു നല്ല രുചി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയുടെ പണി നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മാവ് എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെക്കണം. ചപ്പാത്തിക്കൊക്കെ ഉരുട്ടി വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ചെറിയ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ചെറിയ ബോൾസാക്കിയിട്ടാണ് മാറ്റുന്നത്. അങ്ങനെ കുഴച്ച് വെച്ച മാവ് ചെറിയ ബോൾസാക്കി കുറച്ച് എണ്ണ തടവി കിണ്ണത്തിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് പരത്താൻ വേണ്ടി എളുപ്പമാണ്. അങ്ങനെ എല്ലാ ബോൾസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കല്ല് വെച്ചു.
കല്ലിലേക്ക് കുറച്ച് ഓയിൽ തടവുന്നുണ്ട്. അതിനുശേഷം ഓരോ ഉരുളകളും എടുത്ത് നമുക്ക് പരത്തി പരത്തി സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ എങ്ങനെയാണ് പൊറോട്ട ചെയ്യുന്നെടുക്കുന്നതെന്ന് നോക്കിക്കോളൂ. സാധാരണ എല്ലാവരും പൊറോട്ട മാവ് വീശിയാണ് പൊറോട്ട ചെയ്യുക. ഞാൻ അങ്ങനെയല്ല, ഞാനിങ്ങനെ മടക്കി മടക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ മൈദ പൊറോട്ട ആണെങ്കിൽ കൂടി ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. എനിക്കിതാണ് ഇഷ്ടം, ഇതാണ് എളുപ്പം. അങ്ങനെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സിഗ്സാഗ് രീതിയിൽ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് റോൾ ചെയ്തെടുക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുറിഞ്ഞു പോകാതെ ലെയറായിട്ടും പൊറോട്ട കിട്ടും എന്നുള്ളതാണ്. ഒന്നാമത് ഇത് വീറ്റ് പൊറോട്ടയല്ലേ, മൈദ പൊറോട്ട അല്ലല്ലോ. ഇതേപോലെ റോൾ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ബോൾസും റോൾ ചെയ്ത് വെക്കുന്നുണ്ട്. പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോ വീടുകളിലും ഓരോ രീതിയിലായിരിക്കും ഫുഡ് ഉണ്ടാക്കുക. ഞാൻ ഇതിങ്ങനെ എന്താ പറയുക, ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ചെയ്യൽ. ആദ്യമൊക്കെ ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്ത് റൗണ്ട് ചെയ്തെടുത്ത് വേറൊരു രീതിയിലായിരുന്നു ചെയ്തിരുന്നത്. ഇങ്ങനെയാണ് എനിക്കിപ്പോൾ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാണ്, നമ്മളിത് പരത്തി ചുട്ടെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പൊറോട്ട ഇവിടെ റെഡി, കറിയും റെഡി. ഇനി നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ലെയറായിട്ട് തന്നെ കാണുന്നത് കണ്ടോ. ഞാൻ സാധാരണ പൊറോട്ട അടിച്ചു കൊടുക്കാറില്ല. പൊറോട്ട ഇങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്യുക. അടിച്ചു കൊടുത്താൽ വീറ്റ് പൊറോട്ട ആയതുകൊണ്ട് അത് മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഡയറക്റ്റ് ചുട്ടിങ്ങനെ തന്നെ എടുക്കുകയാണ് ചെയ്യുക. കഴിക്കാൻ പൊറോട്ടയുടെ അതേ രുചിയൊക്കെ തന്നെയാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ഈ പൊറോട്ടയാണ് ഇവർക്ക് പൊറോട്ട. അതൊരു വലിയ ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും അവരിഷ്ടത്തോടുകൂടി കഴിക്കുന്നത് അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അങ്ങനെ നമ്മൾ പൊറോട്ട ഇങ്ങനെ ഓരോന്നോരോന്നായി ചുട്ടെടുത്ത് ഇനി നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല ചൂടുള്ള വീറ്റ് പൊറോട്ടയും നല്ല വറുത്ത ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ അടിപൊളി ഡിന്നർ റെസിപ്പിയാണിത്. എൻ്റെ മകനിത് ഭയങ്കര ഇഷ്ടമാണ്. പൊറോട്ടയും ചിക്കൻ കറിയും ഉമ്മ എപ്പോഴാണ് ഉണ്ടാക്കാന്ന് ഇടയ്ക്ക് ചോദിക്കും. ഇതാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ. അങ്ങനെ നമ്മൾ ഈ കറിയും പൊറോട്ടയും നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇതുപോലുള്ള ഫുഡ് വീഡിയോസായിട്ട് വീണ്ടും വരാട്ടോ. പൊതുവേ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ എൻ്റെതായ രീതിക്കുള്ള റെസിപ്പീസൊക്കെ പരീക്ഷിച്ച് നോക്കാറുണ്ട്. ഇനി ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തിയ ഒരുപാട് വീഡിയോസായിട്ട് ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരാട്ടോ. കുക്കിംഗ് വീഡിയോസും അതേപോലെ തന്നെ ട്രാവലിംഗ് വീഡിയോസൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. വീണ്ടും കാണാം.